നമ്മൾ കാണാൻ പോകുന്നത് ജോൺ മേസ്ഫീൽഡ് എഴുതിയ സീ ഫീവർ എന്ന് പറയുന്നൊരു പോയമാണ്. അപ്പോൾ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ അത് നമുക്ക് ജോൺ മേസ്ഫീൽഡിനെ കുറിച്ച് നോക്കാം. ജോൺ മേസ്ഫീൽഡ് എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് പോയറ്റാണ്. ജോൺ എഡ്വേർഡ് മേസ്ഫീൽഡ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം ഒരു പോയറ്റും റൈറ്ററുമാണ്, ഒരു ഇംഗ്ലീഷ് പോയറ്റും റൈറ്ററുമാണ്. അതുപോലെ തന്നെ ബ്രിട്ടനിലെ പോയറ്റ് ലോറേറ്റായിട്ട് 1930 മുതൽ 1930 മുതൽ 1967 വരെ 67 വരെ 1967 വരെ ഏകദേശം 37 കൊല്ലം ഇംഗ്ലണ്ടിലെ പോയറ്റ് ലോറേറ്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട റൈറ്റിങ്സൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പോയത്തിലേക്ക് നോക്കാം. അപ്പോൾ സീ ഫീവർ എന്നാണ് ഈ പോയത്തിൻ്റെ പേര്. അതായത് എന്താണ്, ഒരാൾ, അതായത് ഒരു കടലിൽ സ്ഥിരമായി പൊയ്ക്കൊണ്ടിരുന്ന ഒരാൾ, അല്ലെങ്കിൽ ആ ഒരു കടലിൽ യാത്ര ചെയ്യാൻ ആ ഒരു വാണ്ടറിങ് ലസ്റ്റുള്ള, അല്ലെങ്കിൽ ആ കടലിൽ യാത്ര ചെയ്യാൻ അതിയായി ഇഷ്ടമുള്ള ഒരാൾ എന്ത് ചെയ്യാണ്, കുറേ നാൾ കടലിലൊന്നും പോകാൻ പറ്റാതെ നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ കടലിലേക്ക് തിരിച്ചു പോകാൻ ഉള്ള ഒരു ആഗ്രഹം, ഉള്ളിൽ നിന്നുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുന്നതാണ് ഈ കവിത എന്ന് പറയുന്നത്. നോക്കാം. അപ്പോൾ ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗൈൻ, to the lonely sea and the sky, and all I ask is a tall ship and a star to steer her by, and the wheels kick and the winds song and the white sails shaking, and a grey mist on the sea's face and a grey dawn breaking. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, എന്താണ്, അദ്ദേഹത്തിന് ഒന്നുകൂടി ഐ മസ്റ്റ് ഗോ ഡൗൺ ദ സീ അഗൈൻ, അതായത് ഒന്നുകൂടി അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, കടലിലേക്ക് പോകണം. ആ ഒരു ലോൺലി സീയിലേക്ക്, ഒന്നും വേറെ കപ്പലുകളോ ഒന്നും ഇല്ലാത്ത, അതുപോലെ തന്നെ ലോൺലി ആയി കിടക്കുന്ന ആ സീയിലേക്കും സ്കൈയിലേക്കും. അതായത് നമുക്കറിയാമല്ലോ, കടലിലേക്ക് നോക്കി നമുക്ക് അവിടെ ആകാശവും കടലും കൂടെ ചേർന്നായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ ആ ദൂരേക്ക് ഇദ്ദേഹത്തിന് പോകണം. ആൻഡ് ഓൾ ഐ ആസ്ക് ഇസ് എ ടോൾ ഷിപ്പ് ആൻഡ് എ സ്റ്റാർ ടു സ്റ്റിയർ ഹെർ ബൈ. അപ്പോൾ അദ്ദേഹം രണ്ട് കാര്യങ്ങളെ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുള്ളൂ. എന്താണ്, ആദ്യത്തെ ഒരു ടോൾ ഷിപ്പാണ്, ഒരു കപ്പലാണ്. ഇദ്ദേഹത്തിന് ഈ കപ്പലിൽ കയറി വേണം കടൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നേച്ചറിൻ്റെ ഭാഗമായ ആ കടലെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകേണ്ടത്. ഒരു കപ്പലും അതുപോലെ തന്നെ ഇദ്ദേഹം ബാക്കി എക്യുപ്മെൻറ്റ്സ് ഒന്നും കൊണ്ടല്ല പോകുന്നത്. എന്താണ്, ഈ കപ്പലിൽ കയറിയിട്ട് പണ്ട് കാലത്ത് ചെയ്തിരുന്നത് പോലെ തന്നെ ആ ഒരു നക്ഷത്രത്തെ നോക്കി അതിനനുസരിച്ച് ദിശയൊക്കെ തിരിച്ച് പോകാനാണ് ഇദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. എന്താണ്, ഒരു കപ്പലും അതുപോലെ തന്നെ ദിശ അറിയാൻ ഒരു നക്ഷത്രവും, എങ്ങോട്ട് കൊണ്ടുപോകണം ഈ കപ്പലിനെ എന്നറിയാൻ വേണ്ടിയിട്ട് ആകാശത്തൊരു നക്ഷത്രവും, ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം ചോദിക്കുന്നുള്ളൂ. ആൻഡ് the wheels kick and the wind song and the white sails shaking and a grey mist on the sea's face and a grey dawn breaking. അപ്പോൾ എന്താണ്, അദ്ദേഹത്തിന് ചുറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. വീൽസ് കിക്ക്, വിൻഡ് സോങ്, അതുപോലെ തന്നെ വൈറ്റ് സെയിൽസ് ഷേക്കിങ്, അതുപോലെ തന്നെ കപ്പലിൽ കാണുമ്പോൾ അറിയാമല്ലോ ആ ഒരു തിരമാലകളും അതുപോലെ തന്നെ കാറ്റും ഇതൊക്കെയുള്ള ആ ഒരു സീയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്ങിലേക്ക് ഇദ്ദേഹം പോവുകയാണ്. പോകണമെന്നാണ് ഇദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു കപ്പലിൻ്റെ താഴെ ആ ഒരു സീയുടെ ഫേസിൽ ആ ഒരു ഗ്രേ മിസ്റ്റും, അതുപോലെ തന്നെ എന്താണ്, നമുക്കറിയാമല്ലോ ആ ഒരു തിരമാലകൾ അടിച്ചുണ്ടാകുന്ന ആ ഒരു കാര്യങ്ങളും മറ്റ് ആ ഒരു മിസ്റ്റ്, പുക പോലുള്ള സംഭവങ്ങളും, അതുപോലെ തന്നെ ഗ്രേ ഡൗൺ ബ്രേക്കിംഗ്, അതുപോലെ തന്നെ ഒരു പകലാണ്. അതായത് ഒരു പുലരുന്ന സമയത്ത് ആ ഒരു കപ്പലിൽ കൊണ്ട് പോകുന്നത് എന്താണ്, ആ നേരം പുലരുന്ന ആ ഒരു സമയത്ത് വേണം ഇദ്ദേഹത്തിന് പോകാനുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. I must go down to the seas again, for the call of the running tide is a wild call and a clear call that may not be denied. And all I ask is a windy day with the white clouds flying and the flung spray and the blown spume and the seagulls cry. അപ്പോൾ എന്താണ്, അദ്ദേഹം വീണ്ടും പറയുകയാണ്, അടുത്ത സ്റ്റാൻസയിൽ വീണ്ടും അദ്ദേഹം പറയുകയാണ്. ഇതിനകത്ത് 3 സ്റ്റാൻസസ് ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റാൻസയിൽ അദ്ദേഹം വീണ്ടും പറയുകയാണ്, അദ്ദേഹത്തിന് വീണ്ടും കടലിലേക്ക് പോകണം. അവിടെ അദ്ദേഹത്തെ വിളിക്കുന്നത് എന്താണ്, ആ ഒരു റണ്ണിങ് ടൈഡ്, ആ ഒരു കടലിൻ്റെ ആ ഒരു ഒഴുക്ക്, അല്ലെങ്കിൽ ആ ടൈഡ്, അതാണ് അദ്ദേഹത്തെ അങ്ങോട്ട് വിളിക്കുന്നത്. ഈസ് എ വൈൽഡ് കാൾ ആൻഡ് എ ക്ലിയർ കാൾ ദാറ്റ് മേ നോട്ട് ബി ഡിനൈഡ്. അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു കോൾ അല്ലെങ്കിൽ ഈ ഒരു കടലിലേക്ക് പോകണമെന്നുള്ള ആ ഒരു വിളി അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിനൈ ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തിന് പോകാതിരിക്കാൻ കഴിയില്ല. ആൻഡ് ഓൾ ഐ ആസ്ക് ഇസ് എ വിൻഡി ഡേ വിത്ത് എ വൈറ്റ് ക്ലൗഡ്സ് ഫ്ലൈങ്. അപ്പോൾ അദ്ദേഹം നമ്മോട് ചോദിക്കുന്നത് എന്താണ്, ഒരു വിൻഡി ഡേ. ആദ്യത്തെ സ്റ്റാൻസർ അദ്ദേഹം കപ്പലും ബാക്കി കാര്യങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ ചോദിച്ചു. രണ്ടാമത് പറയുന്നത് എന്താണ്, ഒരു വിൻഡി ഡേ, ഒരു കാറ്റുള്ള ദിവസവും, അതുപോലെ തന്നെ ആകാശത്ത് ഇങ്ങനെ വൈറ്റ് ക്ലൗഡ്സ് ഫ്ലൈ ചെയ്ത് നടക്കുന്ന ഒരു ദിവസവുമാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആൻഡ് ദ ഫ്ലങ് സ്പ്രേ ആൻഡ് ദ ബ്ലോൺ സ്പ്യൂം ആൻഡ് ദ സീഗൾസ് ക്രൈ. അതിനോടൊപ്പം കടലിൽ എന്താണ് ബാക്കി കാര്യങ്ങളും, അതുപോലെ തന്നെ ആ ഒരു സീഗൾസിൻ്റെ, ആ ഒരു പക്ഷികളുടെ, ആ ഒരു കടലിലെ വരുന്ന ആ പക്ഷികളുടെ എന്താണ് ക്രൈയും, ആ ഒരു കരച്ചിലും അദ്ദേഹത്തിന് കേൾക്കണമെന്ന് അദ്ദേഹത്തിനുണ്ട്. അതായത് അദ്ദേഹം നേച്ചർ കംപ്ലീറ്റ് ആയിട്ട്, ആ ഒരു ഓഷനുമായിട്ട് ബേസ് ചെയ്ത് നിൽക്കുന്ന നേച്ചർ കംപ്ലീറ്റ് ആയിട്ടും എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മുടെ പോയറ്റ്, അല്ലെങ്കിൽ ഈ കവിതയിലെ ഒരു ആൾ ഉദ്ദേശിക്കുന്നത്.
I must go down to the seas again, to the vagrant gypsy life, to the gull's way and the whale's way, where the winds like whetted knife, and all I ask is a merry yarn from a laughing fellow rover, and quiet sleep and a sweet dream when the long trick's over. അപ്പോൾ അദ്ദേഹം മൂന്നാമത്തെ സ്റ്റാൻസിലേക്ക് വരുമ്പോൾ വീണ്ടും പറയുന്നുണ്ട്, എനിക്ക് വീണ്ടും എന്തിലേക്ക് പോകണം, കടലിലേക്ക് പോകണം, അവിടെ ചെന്നിട്ട് ഒരു വാഗ്രൻറ്റ് ജിപ്സി ലൈഫ് എൻജോയ് ചെയ്യണം. അതായത് ഒരു നാടോടിയെ പോലെ കൃത്യമായി ഇങ്ങോട്ട് പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ ഒന്നും ഇല്ലാതെ അദ്ദേഹത്തിന് അലഞ്ഞ് തിരിഞ്ഞ് നടക്കണം. ടു ദ ഗൾസ് വേ ആൻഡ് ദ വെയിൽസ് വേ, ഇങ്ങോട്ട് ആ കടലിലെ ആ ജീവികളൊക്കെ പോകുന്ന ആ ഒരു രീതിയിലേക്ക്. ഇപ്പോൾ സീകളാണെങ്കിൽ ആ സീകളിനെ പിന്തുടർന്ന്, അല്ലെങ്കിൽ വെയിലാണെങ്കിൽ ആ വെയിലിനെ പിന്തുടർന്ന് അദ്ദേഹത്തിന് പോകണമെന്നുണ്ട്. എവിടെ വരെ എത്തണം? ആ പോയി അദ്ദേഹത്തിന് ആ ഒരു കാറ്റ്, ഒരു ഒരു കത്തി പോലെ, ആ ഒരു വിറ്റഡ് നൈഫ് പോലെ ആ ഒരു കാറ്റ് മുറിക്കുന്ന സ്ഥലം വരെ എത്തണം. അതായത് നല്ല രീതിയിൽ ആ നല്ല ഫോഴ്സിൽ കാറ്റടിക്കുന്ന ആ ഒരു സ്ഥലം വരെ അദ്ദേഹത്തിന് എത്തണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഓൾ ഐ ആസ്ക് ഇസ് എ മെറി യാൺ ഫ്രം എ ലാഫിംഗ് ഫെലോ റോവർ. അതുപോലെ തന്നെ മറ്റൊരു ഫെലോ റോവറിനെ പരിചയപ്പെടണമെന്നും അദ്ദേഹത്തിൻ്റെ ടൈൽസൊക്കെ കേൾക്കണമെന്നും ബാക്കി കാര്യങ്ങളെല്ലാം അറിയണമെന്നും എന്തുണ്ട്, നമ്മുടെ പോയറ്റിന് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ക്വയറ്റ് സ്ലീഫും സ്വീറ്റ് ഡ്രീമും. അതായത് അങ്ങനെ യാത്ര ചെയ്ത അവസാനം അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, നല്ല സമാധാനമായിട്ട് മധുരപരമായ സ്വപ്നങ്ങൾ കണ്ട് ഉറങ്ങണം, സമാധാനമായി കിടന്നുറങ്ങണം എന്നുള്ള ആഗ്രഹവും നമ്മുടെ പോയറ്റ് പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ കവിതയിൽ പറയുന്നത് എന്താണ്, ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് തിരിച്ച് വീണ്ടും കടലിലേക്ക് പോവുകയും ആ കടലിലെ കാര്യങ്ങൾ വീണ്ടും എൻജോയ് ചെയ്യുകയും അദ്ദേഹത്തിന് ആ ഒരു അവിടെ വാൺ ചെയ്ത്, അതായത് അലഞ്ഞു തിരിഞ്ഞ് അവിടെയൊക്കെ എൻജോയ് ചെയ്ത് നടക്കണമെന്നുള്ള ആ ഒരു ആഗ്രഹം, ആ ഒരു ഓഷനുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള നേച്ചർ എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് ഈ പോയത്തിൽ കൺവേ ചെയ്യുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് ജോൺ മേസ്ഫീൽഡാണ്. താങ്ക് യു.